അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈ ഡു പീപ്പിൾ ട്രാവൽ നൗ എ ഡേയ്സ്. ഇപ്പൊ ആളുകൾ പലതരത്തിലുള്ള യാത്രകൾ നടത്താറുണ്ട്. നമുക്കൊക്കെ അറിയാം, റിലീജിയസ് ആയിട്ട് തീർത്ഥാടന യാത്രകളുണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ ട്രിപ്സ് ഉണ്ട്, ഫാമിലി ട്രിപ്സ് ഉണ്ട്, സ്കൂളിൽ നിന്ന് പോകുന്ന ട്രിപ്പ് ഉണ്ട്, കോളേജ് ട്രിപ്പ് ഉണ്ട് അല്ലെ. എല്ലാം വ്യത്യസ്ത ഏരിയാസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക നമ്മുടെ വൈബിനനുസരിച്ച് അല്ലെ. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കാം അല്ലെ. The hills, mountains and seas were formed the natural frontiers of the subcontinent. നമ്മുടെ സബ്കോണ്ടിനെന്റിന്റെ സുപ്രീം ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഹിൽസ്, മൗണ്ടെയിൻസ്, സീസ് ഒക്കെയാണ് അല്ലെ. അപ്പോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, while it was difficult to cross this frontiers, ഈ ഫ്രോണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യാ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഡിഫിക്കൽട്ട് ആണ്, അത്ര കഠിനമാണ് അല്ലെ. അത്രയും അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. While it was difficult to cross these frontiers, those who wanted could and did scale the mountains and cross the seas. അത്തരം ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ? in order to scale the mountains and also cross the seas. Okay. അപ്പോ നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. People from across the frontiers also came into the subcontinent and settled here. അല്ലെ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഹില്ലി ഏരിയാസിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ താണ്ടി വന്നിട്ട് അവരെവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് കുടിയേറി പാർക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് അല്ലെ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദിസ് മൂവ്മെന്റ്സ് ഓഫ് പീപ്പിൾ ആളുകൾ ഇങ്ങനെ വരുന്നത്, യാത്ര ചെയ്യുന്നത്, ദാറ്റ് എൻറിച്ച്ഡ് അവർ കൾച്ചർ, നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻ, നമ്മുടെ സംസ്കാരത്തിന് വലിയ രീതിയിൽ അത് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെയോ, അപ്പൊ അങ്ങനെ വരുന്ന ആളുകളുടെ കൾച്ചറും നമ്മുടെ കൾച്ചറും മിക്സപ്പ് ആവും അല്ലെ. പീപ്പിൾ they will share the new ways of carving stone. കല്ലുകളൊക്കെ പല രീതിയിൽ അവര് എന്ത് ചെയ്യും, കുത്തുപണികളാക്കി പല ടൂൾസ് ഉണ്ടാക്കും അല്ലെ. ആൻഡ് they composing music, പലതരത്തിലുള്ള സംഗീതങ്ങൾ, ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക്, അതുപോലെ എത്രയോ ടൈപ്പ് ഓഫ് മ്യൂസിക് അല്ലെ നമ്മൾ കേൾക്കാറ്, സിനിമാറ്റിക് മ്യൂസിക്. ഓക്കെ, ഈവൻ കുക്കിംഗ് ഫുഡ്, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെ നമ്മുടെ ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരിക്കും അല്ലെ. പണ്ടുള്ള പ്രാചീനർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വളരെ വ്യത്യസ്ത ഉള്ളതാണ് അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത് എന്ത്, പീപ്പിൾ ഫ്രം അക്രോസ് ദ ഫ്രോണ്ടിയേഴ്സ് വെയർ ഓൾസോ കെയിം ഇൻ ടു ദ സബ്കോണ്ടിനെന്റ് ആൻഡ് സെറ്റിൽഡ് ഹിയർ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, these movements of people enriched our cultural tradition. And the last point, people have shared new ways of carving stone and composing music and even cooking food over several hundred of years. And next slide, names of the land. ഇനി ഓരോ സ്ഥലത്തിന്റെ പേരുകൾ നമ്മൾ പറയുകയാണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. Two of the words were often used for our country. നമ്മുടെ കൺട്രീന് നമ്മുടെ രാജ്യത്ത് നമ്മൾ രണ്ട് പേര് വെച്ചിട്ടാണ്, രണ്ട് ടേം യൂസ് ചെയ്തിട്ടാ പറയാറ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഇന്ത്യ എന്ന് പറയും, പിന്നെ വേറൊരു ഇതിൽ നമ്മൾ പണ്ട് ഭാരത് എന്നായിരുന്നു പറഞ്ഞു, പിന്നെ ഇന്ത്യ എന്നായതാണ് അല്ലെ. ഹിന്ദുസ്ഥാൻ എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോ ഇന്ത്യ അല്ലെ. പിന്നെന്താണ്, നമ്മുടെ ഇന്ത്യ എന്ന വേർഡ് ഏത് ഇതിൽ നിന്നാണ് വന്നത് എന്ന് മക്കൾക്ക് അറിയാവോ? നമുക്ക് നോക്കാം അല്ലെ. ദ വേർഡ് ഇന്ത്യ കംസ് ഫ്രം ദ ഇൻഡസ്. ഇൻഡസ് എന്ന് പറയുന്ന റിവറിന്റെ പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന് ഒരു പറയുന്ന ടേം ഫോം ചെയ്തത്. ഇൻഡസ് എന്ന് പറയുമ്പോൾ സിന്ധു ഇൻ സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റില് ഇൻഡസ് നമ്മൾ എന്താ പറയാ, സിന്ധു എന്നാണ് പറയാ. ഓക്കെ, ഇൻഡസ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, just two of the words we often use, like two of the words നമ്മൾ എപ്പോഴും നമ്മുടെ കൺട്രീനെ പറയാൻ വേണ്ടിട്ട് രണ്ട് വേർഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഇന്ത്യ ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ഭാരത് അല്ലെ. അപ്പോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. the word ഇന്ത്യ comes from, ഏത് വേർഡിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ടേം ഡിനോട്ട് ചെയ്തിട്ടുള്ളത് മക്കളെ? ഇറ്റ് ഇസ് കോൾഡ്, ഇറ്റ് ഇസ് ഫ്രം ഇൻഡസ്. ഇൻഡസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഓക്കെ, ഇൻഡസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിന്ധു ഇൻ സാൻസ്ക്രിറ്റ്. ഇൻഡസ് എന്ന വാക്ക് നമ്മൾ സിന്ധു എന്ന് പറയും, അതുപോലെ തന്നെ സിന്ധു എന്ന് പറയും ഏത് ലാംഗ്വേജിൽ? സാൻസ്ക്രിറ്റ്. ഓക്കെ, പിന്നെ
അടുത്ത സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ദ ഇറാനിയൻസ് ആൻഡ് ദ ഗ്രീക്സ് ഹു കെയിം ത്രൂ ദ നോർത്ത് വെസ്റ്റ് about 2500 years ago നമ്മുടെ കൺട്രിയിലേക്ക് വന്ന ആളുകൾ ഇറാനിയൻസും ഗ്രീക്സും 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ടോ മക്കളെ പറയുന്നത്. ആൻഡ് we are familiar with Indus called the Indus or ഹിൻഡോസ് ഓർ ഇൻഡോസ്. ഓക്കെ, എന്താണ് പറയുന്നത്? ദ ഇറാനിയൻസ് ആൻഡ് ദ ഗ്രീക്സ് ഹു കെയിം ത്രൂ നോർത്ത് വെസ്റ്റ്. അവർ ആ നോർത്ത് വെസ്റ്റ് ഏരിയയിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് എത്തി. ഇറാനിയൻസും ഗ്രീക്കുകാരും 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ടോ ടീച്ചർ പറയുന്നത്. ആ ഒരു ടൈമില് അവർ ഫെമിലിയർ ആയിരുന്നു. ഇൻഡസ് എന്ന് പറയുന്ന ടേം അന്ന് അതിനെ വിളിച്ചിരുന്നത് ഹിൻഡോസ് ഓർ ഇൻഡോസ് എന്നായിരുന്നു അവര് ഇതിനെ വിളിച്ചിരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പേര് വിളിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The land to the east of the river was called as India. അപ്പൊ എന്താണ്? ഇറാനിയൻസും ഗ്രീക്സും നോർത്ത് വെസ്റ്റിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വന്നു 2500 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പേര് അവരെന്താ വിളിച്ചിരുന്നത്? ഇൻഡസ്, അല്ലെ? ഹിൻഡോസ് ഓർ ഇൻഡോസ് എന്ന്. ഹിന്ദോസ് ഓർ ഇൻഡോസ്. ഓക്കെ, അപ്പോ പിന്നെ ദ ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദി റിവർ, ഈ റിവറിന്റെ ഇൻഡസ് റിവറിന്റെ ഈസ്റ്റ് സൈഡിന് നമ്മൾ ഇന്ത്യ എന്നായിരുന്നു വിളിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? The Iranians and the Greeks who came through the northwest about 2500 years ago was familiar with the Indus called Indus or Indos. Okay, and last one, the land to the east of the river was known as India. അല്ലേ? പിന്നെ നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഒരു ഭാരത് എന്ന ടേം വിളിച്ചിരുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. It is the name Bharat was used for a group of people who lived in the northwest and who are mentioned in the Rig Veda. The earliest composition in Sanskrit dated to about 3500 years ago. Later it was used for the country. പണ്ട് കാലത്ത് ഈ ഭാരത് എന്ന് പറയുന്ന ഭാരത എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്ത്, ഭാരത് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അന്ന് ഒരു കൂട്ടം ആളുകൾ എവിടെ താമസിച്ചിരുന്നു? നോർത്ത് വെസ്റ്റ് ഏരിയയിൽ താമസിച്ചിരുന്നു. അവരെ വിളിച്ചതായിരുന്നു. അവരെ ഏതിലാണ്? മെയിൻലി അവരെ കുറിച്ചുള്ളത് ഋഗ്വേദയിലാണ്. ഇതൊന്ന് ഋഗ്വേദ എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റില് കമ്പോസ് ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അവരെ കുറിച്ച് ആണെങ്കിൽ നമുക്ക് ഋഗ്വേദയിൽ നോക്കിയാൽ മതി. അതന്നെ 3500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്ന ഒരു ഇതാ പറയുന്നത്. ലേറ്റർ പിന്നെ അത് നമ്മുടെ കൺട്രീന്റെ പേരിലേക്ക് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, the name Bharata was used for a group of people who lived in the northwest who are mentioned in the Rig Veda. It is an earliest composition in Sanskrit. Sanskritile ഒരു historical text ആയിരുന്നു ഋഗ്വേദ, അല്ലേ? It is to about 3500 years ago and later it was used for the country. പിന്നെ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളത് ആ ഒരു ടേം, അല്ലെ? പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പേരായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്, ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ പാസ്റ്റ്. നമ്മുടെ പണ്ട് കാലത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പല ഐഡിയാസ് ഉണ്ട്, അല്ലെ? There are several ways of finding out about the past. നമ്മുടെ പണ്ട് കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി പല വഴികളുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെ വഴികളാണുള്ളത്? ഫസ്റ്റ് വേ എന്ന് പറയുന്നത്, one is to search for and read books that were written long ago. പണ്ട് കാലഘട്ടത്ത് ആളുകൾ എഴുതിയിരുന്ന ബുക്കൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് അങ്ങനത്തെ സാധനം? ഇറ്റ് ഈസ് മാനുസ്ക്രിപ്റ്റ്സ്, അല്ലെ? ഓരോ സ്ഥലത്തുള്ള കൊത്തുപണികള്, അല്ലെ? അങ്ങനത്തെ സ്റ്റോൺസിന്റെ ഇതിലൊക്കെ ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന ഓരോ തിങ്സിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പണ്ടത്തെ കാലഘട്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന്, അല്ലെ? അതൊക്കെ എന്താണ്? മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ മെയിൻലി എന്താണ്? ഈ കൈകൊണ്ട് തന്നെ ഓരോ ഓല ഇതിലെ ഈ ഒരു താലിയോലകളിലൊക്കെ എഴുതി വെച്ചിരുന്നു പണ്ടത്തെ. ഈ ലാറ്റിൻ വേർഡ്, ഈ മാനുസ്ക്രിപ്റ്റിനുള്ള ലാറ്റിൻ വേർഡില് ഇതിനെ മനു എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മീനിങ് ഹാൻഡ് എന്നാണ്. ഹാൻഡ് കൊണ്ട് എഴുതുന്നതുകൊണ്ട് അതുകൊണ്ട്
ഹാൻഡ് എന്ന ടേം വെച്ചിട്ടാണ് ലാറ്റിൻ വേർഡ് മനു, ഹാൻഡ് എന്ന് പറയുന്ന ടേം എന്നാണ് പേര് മാനുസ്ക്രിപ്റ്റ് എന്ന് വന്നത് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മുടെ പാസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. there are several ways of finding out about the past, അല്ലെ? one is to search for and read books that is written for long ago, and അതിന് പറയുന്ന പേരാണ് this are called as manuscript. മാനുസ്ക്രിപ്റ്റിലെ മാനു എന്ന് പറയുന്ന ടേം ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് ഹാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് കേട്ടോ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനുസ്ക്രിപ്റ്റ്സ് എവിടെയാണ് എഴുതാറ്? ദിസ് വെയർ യൂഷ്വലി റിട്ടൺ ഓൺ പാം ലീഫ്. പാം ലീഫിലാണ് എഴുതാറ്, ടീച്ചർ പറഞ്ഞില്ലേ? ഓക്കെ, ഓർ ഓൺ ദ സ്പെഷ്യലി പ്രിപ്പയർഡ് ബാർക്ക് ഓഫ് എ ട്രീ. നമ്മളെ മരത്തിന്റെ ചില്ല് ഉണ്ടല്ലേ, അത് ഉണക്കിയിട്ട് അതിൽ എഴുതാറുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ബേർച്ച് വിച്ച് ഗ്രോസ് ഇൻ ദ ഹിമാലയ. ഇത് ഹിമാലയയിൽ ഗ്രോ ചെയ്യുന്ന ബേർച്ച് എന്ന് പറയും. ആ ബാർക്ക് ഓഫ് എ ട്രീയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട് മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വഴികളാണ്? ദേവർ മാനുസ്ക്രിപ്റ്റിൽ എഴുതുക എന്ന് പറയുമ്പോൾ they will be written on the palm leaf or on the bark of a tree. It is known as birch. അതെവിടെയാണ് ആ ടൈപ്പ് കാണാറുള്ളത്? ഹിമാലയ ഏരിയയിലാണ് അല്ലെ? പിന്നെയുള്ള വർഷങ്ങളില് ഓവർ ദ ഇയേഴ്സ്, പിന്നെയുള്ള വർഷങ്ങളില് many manuscripts were eaten away by insects. പല കീടങ്ങളൊക്കെ ആ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ തിന്നു കഴിഞ്ഞിരുന്നു. ഓക്കെ, some were destroyed. കുറെ ആളുകൾ നശിപ്പിച്ചു. many have survived. ചിലത് ആർക്കൈവ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഓഫൻ പ്രിസർവ്ഡ് ഇൻ ടെമ്പിൾസ്. ചില അമ്പലങ്ങളിൽ ആ ഒരു കാലഘട്ടം മൊത്തം അടങ്ങിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൊണാസ്ട്രീസ്, ചില മ്യൂസിയത്തില് അല്ലെ. എന്താണ് പറയുന്നത്? ഓവർ ദ ഇയേഴ്സ് many manuscripts were eaten away by insects. Some were destroyed and many have survived by temples and monasteries എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ഈ ഒരു ബുക്സില്, ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും നോക്കിയാലോ. ദിസ് ബുക്സ് were dealt with all kinds of subjects. എല്ലാ വിഷയങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി റിലീജിയസ് ബിലീഫ്സ്, ജാതീയതയെ കുറിച്ചുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പ്രാക്ടീസസ്, ഓരോ റിലീജിയനിലുള്ള ആളുകൾ എന്തൊക്കെ പ്രാക്ടീസസ് ആണ് നടത്താറ്. ആൻഡ് ഓൾസോ ദ ലൈവ്സ് ഓഫ് കിങ്, ഭരണാധികാരികളുടെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കും, അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ടൈപ്പ് ഓഫ് മെഡിസിൻ ആയിരുന്നു യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സയൻസ്, ആ ഒരു ടൈമിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സയൻസ് തിയറീസ് ആണ് എക്സിസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ പണ്ടത്തെ എപ്പിക്സ്, മഹാഭാരതം, അത് പോയംസ് അല്ലെ, കവിതകള്, നാടകങ്ങള്, അതിനെ കുറിച്ചൊക്കെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ആ ഒരു മാനുസ്ക്രിപ്റ്റില് അല്ലെ ഉണ്ടാവുമെന്നാട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, മെനി ഓഫ് ദിസ് മാനുസ്ക്രിപ്റ്റ് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത് എന്ന് മക്കൾക്ക് അറിയോ? നോക്കിയാലോ. മെനി ഓഫ് ദിസ് were written in Sanskrit. സാൻസ്ക്രിറ്റ് ഭാഷയിലാണ് കുറെ എന്ത് എഴുതിയിട്ടുള്ളത്, മാനുസ്ക്രിപ്റ്റ് എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെ. വേറെ ഏത് ഭാഷയിലാണ്? ഇറ്റ് ഇസ് പ്രാകൃത് എന്ന് പറയുന്ന ഭാഷയിലാണ്. രണ്ടാമത് സാൻസ്ക്രിറ്റ് കഴിഞ്ഞാൽ വേറെ ഏത് ഭാഷയിലാണ് മാനുസ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് മക്കളെ? ഇറ്റ് ഇസ് പ്രാകൃത്. പ്രാകൃത് എന്ന് പറയുന്ന ഭാഷയിലാണ്. ഓക്കെ, പ്രാകൃത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ. സാധാരണ ആളുകള് യൂസ് ചെയ്യുന്ന ഭാഷയാണ് പ്രാകൃത്. ആൻഡ് ഓൾസോ തമിഴ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാ പറയാ. ഓക്കെ, എന്തൊക്കെയാണ് സാൻസ്ക്രിറ്റ് ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട് മാനുസ്ക്രിപ്റ്റ് ചെയ്താൽ? അതുപോലെ തന്നെ പ്രാകൃത് എന്ന് പറയുമ്പോൾ ഓർഡിനറി പീപ്പിൾ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ്. പിന്നെയോ തമിഴ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട് മാനുസ്ക്രിപ്റ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ കൊത്തുപണികൾ, സ്റ്റോൺസില്, മെറ്റലിലൊക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ദിസ് ആർ റൈറ്റിംഗ്സ് ഓൺ റിലേറ്റഡ് ഹാർഡ് സർഫേസസിൽ എഴുതുന്നതാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ താലിയോല പോലെയുള്ള ബുക്സിലൊക്കെ എഴുതുന്നത് മാനുസ്ക്രിപ്റ്റ്സ്, ഹാൻഡ് പ്രോസസ് ആണ്, ഹാൻഡ് റൈറ്റിംഗ് പ്രോസസ് അല്ലെ. ഇപ്പൊ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺ സ്റ്റോൺ ഓർ മെറ്റൽ. ഓക്കെ, sometimes kings got their orders inscribed so that people could see, read and obey them. ചില ടൈമില്
കിങ്സുകള് എന്ത് ചെയ്യും, ചില അന്നത്തെ പദ്ധതികളെ കുറിച്ചും ആളുകൾ അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചും ഈ സ്റ്റോൺസിലൊക്കെ എഴുതിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ആളുകൾ അത് എന്നിട്ട് അതേപടി അനുസരിക്കുകയാണ് ചെയ്യാറ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്, മാൻസ്ക്രിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലാംഗ്വേജസിലാണ് മക്കളെ എഴുതാറ്? സാൻസ്ക്രിറ്റ്, പ്രാകൃത് ആൻഡ് തമിഴ് എന്ന് പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും മക്കള്? ദിസ് ആർ റൈറ്റിംഗ്സ് ഓൺ ഹാർഡ് സർഫേസസ്, ഹാർഡ് സർഫേസസ് അല്ലെ, അത്രയും റഫ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ സ്റ്റോൺസ്, മെറ്റൽസിന്റെ മുകളിലൊക്കെ കുത്തുപണികളില്ലേ ഇപ്പൊ ക്ഷേത്രങ്ങളില്. ഇപ്പൊ ചില ക്ഷേത്രങ്ങൾ, മൂകാംബിക, അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോ, നമുക്ക് സുചീന്ദ്രൻ ടെമ്പിളിലൊക്കെ പോകുമ്പോ ഓരോ കുത്തുപണികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ ആ ഒരു ദൈവം ജീവിച്ചിരുന്ന ആ ഒരു സ്റ്റോറി മുഴുവൻ ഇൻസ്ക്രിപ്റ്റ് ചെയ്ത് കാണിച്ചു തരിക ചെയ്യുക. അങ്ങനെ നമുക്ക് മനസ്സിലാവും ആ സ്റ്റോറി അങ്ങനെയാണെന്ന് അല്ലെ. അതുപോലെ തന്നെ ഓരോ പള്ളികളിൽ കാണാം അല്ലെ, ചുമരുകളില്. പക്ഷെ അങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മുടെ ഓരോ ഇതില് നമുക്ക് കാണാം അല്ലെ. നെക്സ്റ്റ് വൺ, ഇതുപോലെ പല ടൈപ്സ് ഓഫ് എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ്? ദ മെൻ ആൻഡ് വിമൻ ഇൻക്ലൂഡിംഗ് കിങ്സ് ആൻഡ് ക്യൂൻസ് റെക്കോർഡഡ് വാട്ട് ദേ ഡിഡ്. ഈ രാജാക്കന്മാരും രാജ്ഞിമാരും അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും ആ ഒരു കാലഘട്ടം എല്ലാം ഇൻസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കിങ്സ് ഓഫൺ കെപ്റ്റ് റെക്കോർഡ്സ് ഓഫ് വിക്ടറീസ് ഇൻ ബാറ്റിൽ. ഈ രാജാക്കന്മാരൊക്കെ അവരുടെ വിജയങ്ങൾ, യുദ്ധത്തിൽ അവർ കൈവരിച്ച വിജയങ്ങളൊക്കെ ഈ റെക്കോർഡ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്തു വെച്ചിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? There are other kinds of inscription as well, where men and women including kings and queens were recorded what they did. Okay, and for example, kings often kept records of victories in battle too എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ പലതരത്തിലുള്ള നമ്മുടെ പാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പല തിങ്സ് ഉണ്ട് എന്നാ പറയാ. അതിൽ ഇങ്ങനെയുള്ള ഇതിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തുന്ന ആളുകളെ നമ്മൾ എന്ത് ടേം വെച്ചിട്ടാണ് മക്കളെ പറയാ? അവരെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ആർക്കിയോളജിസ്റ്റ് എന്നല്ലേ. എന്താണ് ആർക്കിയോളജിസ്റ്റ്? There were many other things that were made and used in the past. Those who study ഈ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവരെ നമ്മൾ പറയുന്നത് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്ന ടേമിലാണ് എന്ന് മക്കള് ഓർക്കണം. ഓക്കെ, അവരെന്തിനെ കുറിച്ചൊക്കെ പഠിക്കുക? They study the remains of buildings that's made up of stone and brick, paintings and sculpture. അവരെന്തിനൊക്കെ കുറിച്ചാണ് പഠിക്കുക? പല ബിൽഡിങ്സ്, അതന്നെ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ, ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ചില ബിൽഡിങ്സ്, ടെമ്പിൾസിനെ കുറിച്ച്, വലിയ വലിയ അല്ലെ മോസ്ക്, ഓക്കെ, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെ, കൊത്തുപണികളെ കുറിച്ചൊക്കെ അവരെന്ത് ചെയ്യും? സ്റ്റഡി ചെയ്യും. Okay, they also explore and excavate, dig under the surface of the earth to find tools, weapons. ആളുകള് ചില ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? പണ്ടത്തെ പ്രാചീനർ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ് ഒക്കെ കണ്ടുപിടിക്കും അല്ലെ. ടൂൾസ് ആയിക്കോട്ടെ, പോട്ട്സ് ആയിക്കോട്ടെ, പാൻസ്, ഓർണമെന്റ്സ്, കോയിൻസ് ഒക്കെ മണ്ണിന്റെ അടിയിൽ നിന്നും അവരെന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഡ്യൂട്ടീസ് ഓഫ് archaeologists? They study the remains of buildings that is made up of stone and brick and paint. They also study the അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? The remains of buildingsന്റെ remains, ചിലത് പണ്ട് കാലഘട്ടത്തിലുള്ള കൊട്ടാരങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും? ഇങ്ങനെ മണ്ണിന്റെ അടിയിലായതൊക്കെ അവർ പിന്നെയും മണ്ണിന്റെ അടി കുഴിച്ചിട്ട് അതിന്റെ സ്റ്റോൺ അല്ലെ, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, അതുപോലെ തന്നെ they also dig the surface of the earth. എന്തിനു വേണ്ടിയിട്ട്? in order to find out the pots and pans, ornaments and coins. Okay, പിന്നെ ചില ഒബ്ജക്റ്റ് അവർക്ക് ഇങ്ങനെ ഓരോത് കുഴിച്ചു കിട്ടുമ്പോ, ഓരോ സ്ഥലങ്ങൾ കുഴിച്ചു കിട്ടുമ്പോ അവർക്ക് കിട്ടുന്ന സ്ഥലങ്ങള് അല്ലെ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോ ചിലത് എന്തായിരിക്കും? ബോൺ, എല്ലുകൾ കിട്ടും. ബേക്ഡ് ക്ലേ, കളിമണ്ണ്, മെറ്റൽസ്, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടാറുള്ളത് അല്ലെ. ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് ആൻഡ് ഇംപെറിഷബിൾ സബ്സ്റ്റൻസ് അല്ലെ. എന്ന് വെച്ചാൽ അത്രയും ഒബ്ജക്ട്, ചില ഒബ്ജക്റ്റ് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അത്രയ്ക്ക് ഹാർഡ് ആയിരിക്കും അല്ലെ. അത്ര കട്ടിയുള്ള സാധനമൊക്കെ ആവുമ്പോ അത് കുറെ കാലത്തേക്ക് ഈ മ്യൂസിയത്തിൽ തന്നെ നിലനിൽക്കുമെന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. എന്തൊക്കെയാണ്? സം ഓഫ് ദിസ് ഒബ്ജക്ട്സ് മേ ബി മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ
അല്ലെ? പണ്ട് കാലത്ത് ആളുകൾ നിർമ്മിച്ചിട്ടുള്ള ചില സാധനങ്ങൾ സ്റ്റോൺസ് കൊണ്ടോ, ബോൺസ്, ബേക്ഡ് ക്ലേ, മെറ്റൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെയും അവിടെ കുറെ കാലം മ്യൂസിയത്തിലും ആർക്കൈവ്സിലും ഒക്കെ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ദ ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് of hard or imperishable substances usually survive for a long time എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആർക്കിയോളജിസ്റ്റ് പിന്നെ എന്തൊക്കെ ഇതിനെ കുറിച്ചാണ് സ്റ്റഡി നടത്താറുള്ളത്, പഠനം നടത്താറുള്ളത്? ഓൾസോ ലുക്ക് ഫോർ ബോൺസ്. എന്തിന്റെ എല്ലുകളെ കുറിച്ച്? ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ടു ഫൈൻഡ് ഔട്ട് what people ate in the past. പിന്നെ ഈ ആർക്കിയോളജിസ്റ്റ് പിന്നെന്താ കണ്ടുപിടിക്കുക? ആളുകള് പണ്ടത്തെ പ്രാചീന മനുഷ്യർ എന്തൊക്കെയായിരുന്നു പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ the plant remains survive far more rarely. അല്ലെ? എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിന്റെ റിമെയിൻസ് ഒന്നും അധികം കാലം നിലനിൽക്കില്ല, അല്ലെ? പിന്നെ if seeds of grain or pieces of wood have been burned, they survive in a charred form. ഈ എന്താ പറയാ, ഈ വുഡിന്റെ പീസസ് ഒക്കെ ബേൺ ചെയ്തിട്ട് അതിന്റെ ചാരമായിരിക്കും പിന്നെ സർവൈവ് ചെയ്യുക, അല്ലെ? അതാണ് പറയുന്നത്. ചില സബ്സ്റ്റൻസ് നിലനിൽക്കും കുറെ കാലം, ചിലത് എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. ആർക്കിയോളജിസ്റ്റ് also they study for bones of animals, birds and fish, and they also find out what people were eaten in the past. And they also study the plant remains survive far more rarely. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാറില്ല പ്ലാന്റ്സിന്റെ റിമെയിൻസ് ഒക്കെ, അല്ലെ? And if the seeds of grain or pieces of wood have been burned, ഇപ്പൊ ഗ്രെയിൻസിന്റെ ചില സീഡ്സ് ഒക്കെ നമ്മൾ കത്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ ഒരു വുഡിന്റെ പീസസ് ഒക്കെ കത്തിക്കുമ്പോൾ അത് പിന്നെ അതൊരു ചാർഡ് ഫോർമാറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ പഠിക്കാം ഹിസ്റ്റോറിയൻസ്. പണ്ടത്തെ പ്രാചീന മനുഷ്യരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചരിത്രപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാം. ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ ആരാണ്? it is where scholars who study the past, അല്ലെ? നല്ല പണ്ഡിതന്മാര്, അല്ലെ? ടീച്ചേഴ്സ്, ലെക്ചറേഴ്സ്, അവരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ സോഴ്സസിനെ കുറിച്ച് റിസർച്ച് നടത്തും, അല്ലെ? this refer to the information that found from manuscript, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ആർക്കിയോളജി. ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ? ഈ മാനുസ്ക്രിപ്റ്റ്സ്, അല്ലെ? ഇൻസ്ക്രിപ്ഷൻസ്, മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ബുക്സ് ആവാം, അതുപോലെ തന്നെ പാം ലീഫിൽ എഴുതുന്ന. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോണില്, അല്ലെ? ഹാർഡ് സർഫേസസ് ആയിട്ടുള്ള സ്റ്റോണിലൊക്കെ ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ ആർക്കിയോളജി, ഇതിലും അവരെന്ത് ചെയ്യും? സ്റ്റഡി നടത്താറുണ്ട്. ഈ ആർക്കിയോളജി സ്റ്റഡീസിലും അവർ അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഹിസ്റ്റോറിയൻസിന്റെ നിലപാട് പറയാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ദ ഹിസ്റ്റോറിയൻസ്, ദാറ്റ് ഈസ് scholars who study about the past. Okay, they often use the word source to refer to the പിന്നെ അവർ സോഴ്സ് എന്നൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. അത് റിഫർ ചെയ്യുന്ന എന്തിനാ മക്കളെ? ദ ഇൻഫോർമേഷൻ ദാറ്റ് ഇസ് ഫൗണ്ട് ഫ്രം, അവർക്ക് കിട്ടുന്ന ഈ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടുന്ന, ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ അവർ പറയുന്ന പേര്, അവർ ശേഖരിക്കുന്ന നോളേജിന്റെ പേര് ടേം ചെയ്യുന്നതാണ് സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അവർ ചൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്ന മാനുസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെയാണ്. ഓക്കെ, ഇപ്പോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഒരു സോഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെ വേഗത്തിലാവും, അല്ലെ? ഇതാണ് പറയുന്ന ഫസ്റ്റ് പോയിന്റ് നമ്മുടെ അടുത്ത സ്ലൈഡില്. Once the sources are found, the learning about the past becomes an adventure, അല്ലെ? And we reconstruct it bit by bit. പിന്നെ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പല സോഴ്സസിലൂടെ അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതിനെ റീകൺസ്ട്രക്ട് ചെയ്യും, ചില സ്റ്റോറിയൊക്കെ മാറ്റി നമ്മുടെ രീതിയിലേക്ക് ആക്കും ചെയ്യും, അല്ലെ? സെക്കൻഡ് പോയിന്റ്, സോ ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ആർ ലൈക്ക് ഡിറ്റക്റ്റീവ്സ്. അപ്പൊ എന്താ, നമ്മൾ ഹിസ്റ്റോറിയൻസിനെയും ഈ എന്താ പറയുക ആർക്കിയോളജിസ്റ്റ് ഒക്കെ പാസ്റ്റിനെ കുറിച്ച് അത്രയും അന്വേഷിക്കുന്നവരാണ്. അവരെ നമുക്ക് ഡിറ്റക്റ്റീവ്സ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെ? ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ who use all the sources, അല്ലെ? എല്ലാവിധ ക്ലൂസും അവർ യൂസ് ചെയ്യും to find about our past. ഡിറ്റക്റ്റീവ്സിന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുകയാണെങ്കിൽ അവരത് ചെകഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ വേണ്ടി എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പിന്നെ അതവര്
എക്സ്കവേറ്റ് ചെയ്തോളും എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്? Once sources are found, learning about the past becomes an adventure as we reconstruct it by bit. Last point. So historians and archaeologists are like detectives who use all the sources like clues to find out about our past എന്നാണ് കേട്ടോ പറയുന്നത്. Okay. One past or many. നമുക്ക് ഒരു പണ്ടത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പണ്ടത്തെ എന്ന് പറയുമ്പോൾ പല ആളുകളുടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഒരു പാസ്റ്റ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ കുറെ ആളുകളെ പാസ്റ്റ് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. We have used the past എന്ന് പറയുന്ന word plural to draw attention to the fact the past was different to different groups of people. എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി വെച്ച് നോക്കുമ്പോൾ പല സ്റ്റേറ്റിനും ഒറ്റ പാസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും പല എന്തായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ലൈഫ്സ് ഓഫ് ഹേർഡേഴ്സ് ഓർ ഫാമേഴ്സ്, ഈ കർഷകരുടെ ജീവിതവും അതുപോലെ തന്നെ പൈസക്കാരുടെ ജീവിതവും അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ജീവിതവും അവർക്ക് രണ്ടുപേർക്കും ഒരേ പാസ്റ്റ് ആണോ ഉണ്ടാവുക മക്കളെ? അല്ല അല്ലെ, ഇറ്റ് ഈസ് ഡിഫറെന്റ് അല്ലെ. From those of the lives of herders or farmers were different from those of kings and queens അല്ലെ. പിന്നെയോ the lives of merchants were different from those of craftsmen and so on. ഈ ട്രേഡേഴ്സിന്റെ ലൈഫ് ആയിരിക്കുമോ ഇങ്ങനെ എന്താ പറയാ മൺചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ലൈഫ് അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത്? അല്ല അല്ലെ. എന്ന് വെച്ചാൽ എല്ലാം ഡിഫറെന്റ് ആണ്. പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് പല ടൈപ്പ് ഓഫ് പാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? We have used the word past in plural to draw attention to the fact that past was different for different groups of people. എന്തുകൊണ്ടാണ് അത് പല ആളുകൾക്കും പല പാസ്റ്റ് ആണ് പറയാൻ കാരണം? സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കിക്കേ മക്കള്. ഫോർ എക്സാമ്പിൾ, the lives of herders or farmers were different from those of kings and queens അല്ലെ. കർഷകരുടെ ജീവിതമല്ല രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ രാജ്ഞിമാരുടെയും ജീവിതം അല്ലെ. അതുപോലെ തന്നെ the lives of merchants were different from those of craftsmen. പണ്ട് കാലത്തുള്ള ട്രേഡേഴ്സിന്റെ ജീവിതം അല്ല നമ്മുടെ ക്രാഫ്റ്റ്സ്മാന്റെ ജീവിതം, അതാണ് അവര് ഡിഫറെന്റ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. Also, as is true even today, people followed different practices and customs in different parts of the country. പിന്നെന്താണ് പറയുന്നത്? ആളുകള് എന്ന് പറയുമ്പോ എല്ലാവരും ഒരേ പ്രാക്ടീസസ് കസ്റ്റംസ് ആണോ ഫോളോ ചെയ്യുന്നത്? അല്ലല്ലേ. പല ഡിഫറെന്റ് കമ്മ്യൂണിറ്റി, ഇപ്പൊ നമ്മുടെ രാജ്യങ്ങൾ പല ഭാഗങ്ങളിലെ ആളുകൾ പല കൾച്ചറൽ പ്രാക്ടീസസ് ആണ് അല്ലെ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ today most people living in Andaman Islands get their own food by fishing, hunting and collecting forest produce. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഈ ആൻഡമാൻ ഐലൻഡ്സിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഫുഡ് ശേഖരിക്കുന്നത് ഫിഷിങ്ങിലൂടെയും ഹണ്ടിങ്ങിലൂടെയും പിന്നെ ഈ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കളക്ട് ചെയ്യുന്നതിലൂടെ ആണെന്ന് പറയുന്നത്. ബിസൈഡ് ദിസ് അനദർ കൈൻഡ് ഓഫ് ഡിഫറൻസ്. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. എന്താണ്? We know a great deal about kings and the battles they fought because they kept records of their victories. എന്താണ് ഈ പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഇങ്ങനെയുള്ള വിക്ടറീസ് വിജയങ്ങളൊക്കെ അവർ കൈവരിച്ചു നമ്മളറിയാൻ കാരണം എന്താണ്? ആ ഒരു രാജാവും രാജ്ഞിമാരും അവരുടെ ആ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അവരുടെ പാസ്റ്റിനെ കുറിച്ചുള്ള റെക്കോർഡിംഗ് അവർ സൂക്ഷിച്ചു വെച്ചത് കൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ച് അറിവ് കിട്ടിയത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അതുപോലെ generally ordinary people such as hunters, ഫിഷിംഗ് ഫോക്ക് മത്സ്യബന്ധന തൊഴിലാളികള്, ഗ്യാദറേഴ്സ് ഈ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവര്, ഫാമേഴ്സ് കർഷകര്, ഹേർഡേഴ്സ് ഡിഡ് നോട്ട് കീപ് റെക്കോർഡ്സ് ഓഫ് വാട്ട് ദേ ഡിഡ്. പക്ഷെ ഓർഡിനറി പീപ്പിളിന് എന്തില്ല എന്ന് പറയുന്നത്? സാധാ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ഫോക്ക്, ഗ്യാദറേഴ്സ്, ഹണ്ടേഴ്സിനൊന്നും അവരുടെ പാസ്റ്റിനെ കുറിച്ചുള്ള റെക്കോർഡ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അതിനുള്ള
അല്ലെ സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്? Besides, there is another kind of difference in their past. എന്തിലൊക്കെ? A great deal about kings and battles they fought because they kept records of their victories എന്ന് ടീച്ചർ പറഞ്ഞില്ലേ? പിന്നെയോ generally ordinary people such as hunters, fishing folk, gatherers does not keep the records of their victories എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, എന്താണ് വാട്ട് ഡു ദ ഡേറ്റ്സ് മീൻ? ഈ ഡേറ്റ്സ് ഈ നൂറ്റാണ്ടുകൾ AD അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് BCE അതൊക്കെ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, if somebody asks you the date, you will probably mention the day, month and year 2000 അങ്ങനെ സംതിങ്. ഇനി ആരെങ്കിലും ഫോമില് ചില ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ആ ദിവസം ഏത് ദിവസമാണെന്ന് മാത്രമാണോ എഴുതാറുള്ളത്? അല്ല അല്ലെ, ഏത് ദിവസമാണ്, ഏത് മാസമാണ്, ഏത് വർഷമാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ആ ഫോർമാറ്റിലാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഓക്കെ, ദീസ് ഇയേഴ്സ് ആർ കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ജനറലി അസൈൻഡ് ടു ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ വർഷത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്ത് പറയുന്ന ടൈമിന് പറയുന്ന ആ ഒരു ടൈം എപ്പോ മുതലാണ് ഉണ്ടായത്? ഇറ്റ് ഈസ് നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച ആ ഒരു ടൈം മുതലാണ് അല്ലെ നമ്മള് ഡേറ്റ് വരാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? If somebody asks you the date, you will probably mention the day, month and year 2000 and something. These years are counted from the date generally assigned to the birth of Jesus Christ. Jesus Christ എന്ന് പറയുമ്പോൾ ആരാണ്? He is the founder of Christianity അല്ലേ? Okay, അപ്പോ so 2000 എന്ന് പറയുമ്പോൾ 2000 years after the birth of Christ ആണ് അല്ലെ. 2000 years എന്ന് പറയുമ്പോൾ it is ക്രൈസ്റ്റ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള 2000 വർഷങ്ങൾ പറയുന്നതാണ് എന്ത് 2000 എന്ന് പറയുമ്പോൾ. എന്താണ് ഈ ഡേറ്റ്സും ഇതൊക്കെ വന്നത് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷമാണ് അല്ലെ. പിന്നെയോ all dates before the birth of Christ. നമ്മൾ പറഞ്ഞു ഡേറ്റ്സ് ഒക്കെ വന്നത് ഈ നമ്മുടെ യേശുക്രിസ്തുവിന്റെ അല്ലെ ജനനത്തോടെയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ എങ്ങനെയായിരുന്നു ഈ തീയതികളൊക്കെ കൗണ്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ? all dates before the birth of Christ are counted backwards. ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ഡേറ്റ് ഒക്കെ കൗണ്ട് ചെയ്തത് പിറകോട്ടായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. they were counted backwards and usually have the letters. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ BC എന്നാണ്, ബിഫോർ ക്രൈസ്റ്റ്. ഓക്കെ, ആഡ് ചെയ്തിരുന്നു നമ്മൾ ഓരോ ഡേറ്റ് പറയുമ്പോൾ. ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നിട്ട് പിന്നെ വർഷം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എന്താണ്? ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഫൈൻഡിങ് ഔട്ട് about the past. ഓക്കെ, ഇവിടെ മുതലല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? അതെ. Why do people travel nowadays? ഇപ്പൊ ആളുകള് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ആളുകൾ ഇങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. മെയിൻലി ഹിൽസ്, മൗണ്ടെയിൻസ് ആൻഡ് സീസ്. Okay, because they were the natural frontiers of subcontinent. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? It was very difficult to cross these frontiers. അല്ലെ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു അല്ലെ. പിന്നെ and people from across the frontier, hilly areasലും mountainous areasൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകള് ഇങ്ങനെ സബ് കോണ്ടിനെന്റിലേക്ക് വന്നിട്ട് അവിടെ സെറ്റിൽമെന്റ് ഉറപ്പിക്കുന്നവരുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ മൂവ്മെന്റ് നടത്തുന്ന ആളുകള് എന്താണ് അവർ സൂക്ഷിക്കുന്നത്? അവരുടെ കൾച്ചറൽ ട്രഡീഷൻസ് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ people have sharing their new ways of ideas and they are composing music and also
കുക്കിംഗ് ഫുഡ് ഫോർ സെവറൽ 100 years ago. 100ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകള് ഗാനങ്ങൾ രചിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ കാവിംഗ് സ്റ്റോൺസ് ഒക്കെ ഇൻസ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ. പിന്നെ നെയിംസ് ഓഫ് ദി ലാൻഡ്, നമ്മുടെ ലാൻഡ്സിന്റെ നെയിംസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺട്രീന്റെ നെയിം രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്, 2 വേർഡ്സ് ആയി നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. 2 of the words that often used for our country are India and ഭാരത്. അപ്പൊ ഈ ഒരു വേർഡ് ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഏത് വേർഡിൽ നിന്നാണ് വന്നത് മക്കളെ? ഇൻഡസ് എന്ന് പറയുന്നതാണ്. ഇൻഡസ് എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റിൽ പറയുന്നത് എന്ത് ടേം ആയിട്ടാണ് മക്കളെ? സിന്ധു എന്നാണെന്നും മക്കള് ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഇറാനിയൻസും ഗ്രീക്സും ഒക്കെ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നു. എന്നിട്ട് അവര് നമ്മുടെ ഇന്ത്യനെ വിളിച്ച പേര് ഇൻഡസ് അല്ലെ ഇൻഡോസ് അല്ലെങ്കിൽ അല്ലെ ഹിന്ദോസ് അല്ലെങ്കിൽ ഹിന്ദുസ് എന്നായിരുന്നു. ഹിന്ദോസ് അല്ലെങ്കിൽ ഇൻഡോസ് എന്നുള്ള ടേം വെച്ചായിരുന്നു മക്കൾ ഓർക്കുക. പിന്നെ ലാസ്റ്റ് നോക്കിക്കേ, ദ ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദി റിവർ. ഈ ഒരു ഇൻഡസ് റിവറിന്റെ ഈസ്റ്റ് സൈഡിലുള്ള ലാൻഡിനെ വിളിച്ച പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് അവർ ഇന്ത്യ എന്നുള്ള ടേം വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ നെയിം ഭാരത് എന്നൊരു പേര്, ദ നെയിം ഭാരത് വാസ് യൂസ്ഡ്. ആ ഒരു ടൈമില് നോർത്ത് വെസ്റ്റ് സൈഡില് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ജീവിച്ചിരുന്നു. ഓക്കെ, ആ ഒരു പീപ്പിളിനെ കുറിച്ച് കൂടുതൽ ഋഗ്വേദ, നമ്മുടെ സാൻസ്ക്രിറ്റിലെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആയ ഋഗ്വേദയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെയാണ് ഈ ഒരു വേർഡ് ഭാരത് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ കൺട്രിക്ക് വേണ്ടി നെയിം ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്ന് മക്കൾ ഓർക്കണം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്, ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദി പാസ്റ്റ്. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് അറിഞ്ഞിരുന്നത്, അതിനുള്ള സോഴ്സസ് എന്തൊക്കെയായിരുന്നു ടീച്ചർ പറഞ്ഞത്? ഫസ്റ്റ് വൺ, മാനുസ്ക്രിപ്റ്റ്. എന്താണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? നോക്കിയാലോ. ഇറ്റ് ഈസ് വൺ ഈസ് ടു സെർച്ച് ഫോർ ആൻഡ് ടു റീഡ് ബുക്സ് ദാറ്റ് were written long ago. This were called manuscripts. Okay, ഈ ഒരു മാനുസ്ക്രിപ്റ്റിന്റെ മാനു എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്ന ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മാനു നിന്നാണ് അല്ലെ. അതിന് മീനിങ് എന്താണ് മക്കളെ? ഹാൻഡ് എന്നാണ്. ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അല്ലെ, മെയിൻലി ഈ പാം ലീവ്സിൽ അല്ലെ. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മെയിൻലി അത് എഴുതിയിരുന്നത് പാം ലീഫിലും അതുപോലെ തന്നെ ബാർക്ക് ഓഫ് എ ട്രീ ദാറ്റ് ഇസ് നോൺ ആസ് ബർച്ച്. ഇറ്റ് ഈസ് ഗ്രോസ് ഇൻ ദ ഹിമാലയാസ്. ഓക്കെ, അവിടെയാണ് ആ ഒരു ഇതിലാണ് മാനുസ്ക്രിപ്റ്റ്സ് എഴുതിയിട്ടുള്ളത്. മെയിൻലി ഓൺ പാം ലീഫ് അല്ലെങ്കിൽ ബർച്ചസ് ഓഫ് ദി ട്രീ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഹിമാലയാസ് അല്ലെ. അപ്പോ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഒരു മാനുസ്ക്രിപ്റ്റ്സിന് എന്ത് പറ്റി? ദേ വർ ഈറ്റൻ ബൈ ഇൻസെക്ട്സ്. ചില കീടങ്ങളൊക്കെ അത് തിന്നു തീർത്തു. പിന്നെയോ സം വെയർ ഡിസ്ട്രോയ്, ചിലത് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നശിപ്പിക്കപ്പെട്ടു. ആൻഡ് മെനി ഹാവ് സർവൈവ്ഡ്. ഇപ്പൊ കുറെ എണ്ണമൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറെ ഈ അമ്പലങ്ങളും മ്യൂസിയംസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ബുക്സ് എന്ന് പറയും, മാനുസ്ക്രിപ്റ്റ് അടങ്ങിയ ബുക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? റിലീജിയസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് അല്ലെ, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ദ ലൈവ്സ് ഓഫ് കിങ്സ്, ഈ ഭരണാധികാരിയുടെ ജീവിതങ്ങളെ കുറിച്ചുണ്ടാവും അല്ലെ, പ്രസ്താവിച്ചിട്ടുണ്ടാവും. മെഡിസിൻ, ആ ഒരു ടൈമിൽ എന്ത് ടൈപ്പ് ഓഫ് മെഡിസിൻ ആണ് നമ്മൾ കഴിച്ചിരുന്നത്? സയൻസ് അല്ലെ. പിന്നെ ബിസൈഡ് ദർ ആർ എപ്പിക്സ്, പണ്ടത്തെ കാലഘട്ടത്തെ എപ്പിക്കൽ പ്ലേനെ കുറിച്ചും അല്ലെ, മഹാഭാരത, രാമായണ അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റി, റിലീജിയസ് കമ്മ്യൂണിറ്റിയിലെ ബുക്സിനെ കുറിച്ചും, പോയംസ്, കവിത, പ്ലേ, ഫോക്ലോർ, അതിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ഏതൊക്കെ 3 ഭാഷകളിലാണ് മക്കൾ എഴുതിയിരുന്നത്? ഇറ്റ് ഈസ് സാൻസ്ക്രിറ്റ്, പ്രാകൃത് ആൻഡ് തമിഴ് എന്ന് മക്കൾ ഓർക്കുക. ആൻഡ് വാട്ട് ഈസ് മെന്റ് ബൈ ഇൻസ്ക്രിപ്ഷൻസ്? എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ പാം ലീവ്സിൽ അല്ലെങ്കിൽ ബർച്ചസ് ഓഫ് ട്രീ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഹിമാലയാസിലാണ് എഴുതാറുള്ളത്. ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് റൈറ്റിംഗ്? ഇറ്റ് ഈസ് നമ്മുടെ സ്റ്റോൺസിന് മുകളിൽ കൊത്തുപണികൾ ഉണ്ടാവില്ല. അന്നത്തെ സ്റ്റോറീസ് ഒക്കെ ഈ രാജാക്കന്മാര് അന്നത്തെ ആളുകൾ ഓർഡർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സ്റ്റോണിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയാ അല്ലെ. പിന്നെ പല ടൈപ്പ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും അവര് വിജയിച്ച ഓരോ യുദ്ധങ്ങളെ കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ച് പിന്നെ അറിവ് വന്നത് ഹിസ്റ്ററി ബുക്കിലൊക്കെ എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്.
പിന്നെ ഇതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഇത്തരം ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്ന ആളുകളെ പറ്റി നമ്മൾ പറയുന്ന ടേം എന്താണ് മക്കളെ? ആർക്കിയോളജിസ്റ്റ് എന്നാണ്, എന്ന് ഓർക്കണം. ഓക്കെ, പിന്നെ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ പറ്റിയാണ് അവർ പഠിപ്പിക്കുന്നത് മക്കളെ? പഠിക്കുന്നത് they study the remains of buildings that is made up of stone, brick, paintings and sculpture. And next point, they also explore. പിന്നെ അവരെന്ത് ചെയ്യും? they dig under the surface of the earth. ഭൂമിയുടെ ഉള്ളിൽ അവർ കുഴിച്ചിട്ട് പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ടൂൾസ്, വെപ്പൻസ്, പോട്ട്സ്, പാൻസ്, ഓർണമെന്റ്സ്, കോയിൻസ് ഒക്കെ അവരെന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്തെടുക്കും മണ്ണിന്റെ അടിയിൽ നിന്ന് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് അവരിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒബ്ജക്റ്റ്, മണ്ണിന്റെ അടിയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒബ്ജക്റ്റ് എങ്ങനെയുള്ളതായിരിക്കും? എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും? സ്റ്റോൺ കൊണ്ട്, അല്ലെങ്കിൽ ബോണ്, ബേക്ഡ് ക്ലേ ഓർ മെറ്റൽ മെയ്ഡ് സബ്സ്റ്റൻസസ് ആയിരിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, objects that are made up of hard or imperishable substances usually survive for a long time. ഇങ്ങനെ സ്റ്റോൺ കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ഉണ്ടാക്കിയ സാധനങ്ങൾ കുറെ കാലം മ്യൂസിയത്തിലും ആർക്കൈവ്സിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരെ റിസർച്ച് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ദ ഓൾസോ ലുക്ക് ഫോർ ദ ബോൺസ് ഓഫ് ഈ ഒരു ആനിമൽസിന്റെ, ബേർഡ്സിന്റെ, ഫിഷിന്റെ ഒക്കെ എല്ലുകൾ ഇത് വെച്ചിട്ട് അല്ലെ അവര് റിസർച്ച് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ടൈമിൽ ആളുകൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡാണ് കഴിച്ചിരുന്നത് പണ്ട്. ഓക്കെ, പിന്നെ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. എന്താണ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന? പ്രാചീനർ, സ്കോളേഴ്സ് ആണ്. ദോസ് ഹു സ്റ്റഡി അബൌട്ട് ദി പാസ്റ്റ്. ദി സ്കോളർ ഹു സ്റ്റഡി അബൌട്ട് ദി പാസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഹിസ്റ്റോറിയൻസ് ആണ് അല്ലെ. അവർ പല ടൈപ്പ് ഓഫ് സോഴ്സസ് യൂസ് ചെയ്യാറുണ്ട്, മാനുസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പണ്ടത്തെ കാലഘട്ടത്തെ കുറിച്ച് പഠനം നടത്താറുള്ളത്. ആര്? ഹിസ്റ്റോറിയൻസ്. ദേ യൂസ് ദ സോഴ്സസ് ലൈക്ക് മാനുസ്ക്രിപ്റ്റ്സ് and inscriptions and archaeology എന്ന് മക്കൾ ഓർക്കുക. പിന്നെ once the sources are found, learning about the past becomes an adventure. ഇവർക്ക് മാനുസ്ക്രിപ്റ്റ് വഴി, ഇൻസ്ക്രിപ്ഷൻസ് വഴി അവർക്ക് ആ സ്റ്റോറി, പണ്ടത്തെ സ്റ്റോറി മുഴുവൻ കിട്ടിയ പിന്നെ അതൊരു അഡ്വെഞ്ചർ ആണ്, പിന്നെ തേടി പിടിക്കാൻ വളരെ ഈസി ആണ് എന്നാണ് പറയുന്നത് ഹിസ്റ്റോറിയൻസ്. ഓക്കെ, അപ്പോ ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റും ആരാണ്? ഡിറ്റക്റ്റീവ്സിന് മാതിരിയാണ് അല്ലെ. ഇവരെല്ലാ എന്താണ് ഒരു ക്ലൂ കിട്ടിയാൽ പാസ്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ കണ്ടുപിടിക്കും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. പിന്നെയോ വൺ പാസ്റ്റ് ഓർ മെനി, നമുക്ക് ഒരു പാസ്റ്റ് ആണ് ഉള്ളത്, കുറെ പാസ്റ്റ് ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു മെനി പാസ്റ്റ് ആണ് അല്ലെ. പാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലൂറൽ ടേം ആണ്. പല ആളുകൾക്കും പല പണ്ടത്തെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തരായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കള് പറഞ്ഞ the lives of farmers were different from the life of kings and queen. കർഷകരുടെ ജീവിതം അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല അല്ലെ. ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ മെർച്ചന്റ്സിന്റെ, ട്രേഡേഴ്സിന്റെ ജീവിതമാണോ ഈ ക്രാഫ്റ്റ്സ്മെന്റെ ജീവിതം എന്ന് പറയുന്നത്? അല്ല. ഇറ്റ് ഈസ് ഓൾസോ ഡിഫറെന്റ് ഇൻ മാനർ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം മക്കളെ? ഈവൻ ടുഡേ പീപ്പിൾ ഫോളോഡ്, അല്ലെ. ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ പീപ്പിൾ ഫോളോയിങ് ഡിഫറെന്റ് പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രി, അല്ലെ. നമ്മുടെ പൗരന്മാര്, ഇന്ത്യയിലുള്ള പൗരന്മാര് പല സ്ഥലത്ത് നിൽക്കുന്നവരാണ്, പല കൺട്രീന്റെ പല ഭാഗത്ത് നിൽക്കുന്നവരാണ്. പല ആളുകളും പല പ്രാക്ടീസസ്, റിലീജിയസ് പ്രാക്ടീസസ് ആയിക്കോട്ടെ, പല ലൈഫ് സ്റ്റൈൽ, പല ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂസ് ചെയ്യുന്നവരാണ് അല്ലെ. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എ ഗ്രീറ്റ് ഡീൽ ഓഫ് കിങ്സ് ആൻഡ് ക്യൂൻസ് വെയർ ഫോർട്ട്, റെക്കോർഡിംഗ് ഒക്കെ ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ രാജാക്കന്മാരും രാജ്ഞിമാരും അവരുടെ വിക്ടറീസ് ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ ഓർഡിനറി പീപ്പിൾ ആയിട്ടുള്ള ഫിഷിംഗ് മെൻ ആയിക്കോട്ടെ, ഹണ്ടേഴ്സ് ആയിക്കോട്ടെ, ഫാമേഴ്സ് ഒന്നും അവരുടെ റെക്കോർഡ് വെക്കാറില്ല എന്നുള്ളതാണ് പറയാറ്. പിന്നെന്താണ് ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് പറയാറ്. പിന്നെയാണ് നമ്മൾ ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് ഒക്കെ വന്നത് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷമാണ്. ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് മക്കള് ഓർക്കണം.
അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് സെഷൻ ഡീൽ ചെയ്യുന്ന ഇതില് പറഞ്ഞത് അല്ലെ. മാൻസ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഇൻസ്ക്രിപ്ഷൻസ് എന്താന്ന് പറഞ്ഞു, ആർക്കിയോളജിസ്റ്റ് ആരാ, ഹിസ്റ്റോറിയൻസ് ആരാ, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ഇന്ത്യ കൺട്രി ഏതൊക്കെ ടേംസിൽ ഫേമസ് ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഫസ്റ്റില് നമ്മൾ എന്തൊക്കെയാണ് മെയിൻലി ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് മെയിൻലി വി ഡിസ്കസ്ഡ് അബൌട്ട് അല്ലെ പണ്ട് കാലഘട്ടത്ത് ആളുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഏതൊക്കെ നദീക്കരയിലാണ് അവർ സെറ്റിൽമെന്റ് നടത്തിയത് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നമ്മുടെ നർമ്മദ റിവറിലെ ആളുകള് ജീവിച്ചിരുന്നത് സ്കിൽഡ് ഗാദറേഴ്സ് ആയിട്ടാണ്. സ്കിൽഡ് ഗാദറേഴ്സ് എന്ന് പറയുമ്പോൾ ദേ വെർ വെരി സ്കിൽഡ് ടു ഗാദർ ദിയർ ഫുഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് അല്ലെ, അവർക്ക് എന്താണ് ഈ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ വാസ്റ്റ് നോളേജ് ആണ്. പിന്നെ they were collected the roots and fruits, vegetables. അവർക്ക് വേറൊരു സ്കിൽ എന്നുള്ളത് എന്തിലാണ് മക്കളെ? ഇറ്റ് ഈസ് they also hunted animals എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ നർമ്മദ റിവറിലുള്ള ആളുകളെ കുറിച്ച്, ഇൻഹാബിറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സുലൈമാൻ ആൻഡ് കിർദാർ ഹിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മക്കള് പറഞ്ഞേ, ഇറ്റ് ഈസ് അവരെന്ന് പറയുന്നത് ടു ദ നോർത്ത് വെസ്റ്റ് വന്ന ആ ഒരു ഏരിയയിലാണ്. പിന്നെ അവിടെയുള്ള ഏരിയയിലുള്ള ആളുകള്, അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൾട്ടിവേഷൻ ചെയ്യുന്നതാണ് വീറ്റും ബാർലിയും അല്ലെ, 8000 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ആളുകള് പല ടൈപ്പ് ഓഫ് ആനിമൽസിനെ, വളർത്തു മൃഗങ്ങളെ അവർ റിയർ ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ ടൈപ്പ്? ഷീപ്പ്, ഗോട്ട് ആൻഡ് കാറ്റിൽ. പിന്നെ അവർ ജീവിച്ചിരുന്നത് ഗ്രാമത്തിലായിരുന്നു. പിന്നെയോ കൂടുതൽ അവിടെ ആളുകൾ പിന്നെ കൃഷി തുടങ്ങാൻ തുടങ്ങി ഈ ഹില്ലി ഏരിയയിലുള്ള. പിന്നെ ഫസ്റ്റ് ആയിട്ട് റൈസ് വളർത്തിയത് വിന്ധ്യ ഏരിയാസിലുള്ള ആളുകളായിരുന്നു. പിന്നെയോ ഇതാണ് വിന്ധ്യ റേഞ്ചസ്. പിന്നെ ഇൻഡസ് ആൻഡ് ട്രിബ്യൂട്ടറീസിലുള്ള ആ ഒരു സ്മോളർ റിവേഴ്സ് ഒക്കെ ഒഴുകിക്കൊണ്ടിരുന്ന ലാർജർ റിവറിലേക്കാണ് അല്ലെ. അപ്പൊ 4200 വർഷങ്ങൾക്ക് മുമ്പേ ആ ഒരു ഇൻഡസ് റിവറിന്റെ ഭാഗങ്ങളിൽ സിറ്റീസ് ഡെവലപ്പായി. അതുപോലെ തന്നെ ഗംഗാ നദീന്റെ ഭാഗങ്ങൾ സിറ്റീസ് ഡെവലപ്പ് ആയത് 2500 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ സിറ്റീസ് ഡെവലപ്പ് ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെയോ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറിനെ വിളിക്കുന്ന പേരെന്താന്നാ ടീച്ചർ പറഞ്ഞത്? മക്കള് പറഞ്ഞേ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി സൺ എന്ന ടേമിലായിരുന്നു പറഞ്ഞത്. പിന്നെന്താണ് ആൻഷ്യൻ ടൈംസില് ദ സൗത്ത് ഓഫ് ഗംഗാ റിവറിന്റെ സൗത്ത് സൈഡിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? മഗധ എന്നായിരുന്നു. ആ ഒരു ടേം വിളിക്കാൻ കാരണം എന്താണ്? ആ ഒരു സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ബീഹാറിലാണെന്ന് മക്കൾ ഓർക്കണം. ആ മഗധ എന്ന് പറയാൻ കാരണം മഗധ കിങ്ഡം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ വളരെ പവർഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ വലിയ കിങ്ഡം ആയിരുന്നു അവർക്ക്. വലിയ കിങ്ഡം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ കിങ്ഡം വളരെ ഫേമസ് ആയിരുന്നു. ഓക്കെ, പിന്നെ ത്രൂ ഔട്ട് പീപ്പിൾ ട്രാവൽഡ് ഫ്രം വൺ പാർട്ട് എന്ന് വെച്ചാൽ ആളുകള് ഒരു സബ് കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർക്ക് പോകാനൊന്നും ഒരു മടിയില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഹിൽസും ഹിമാലയാസ് റിവേഴ്സും സീസും ഒക്കെ താണ്ടി എത്ര ജേർണീസ് ഡേഞ്ചറസ് ആണെങ്കിലും എല്ലാം പോസിബിൾ ആക്കി മാറ്റുന്ന ജേർണീസ് ആയിരുന്നു പണ്ടത്തെ ആളുകള് അല്ലെ. അന്നത്തെ അവരുടെ കൾച്ചർ ഒക്കെ ഷെയർ ചെയ്യുന്ന തരത്തില് അല്ലെ. അപ്പോ പിന്നെ കുറെ പുരുഷന്മാരും സ്ത്രീകളും എന്താണ് അവരുടെ ലൈവ്ലിഹുഡ് അപേക്ഷിച്ചിട്ട് അല്ലെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് കുടിയേറി പാർത്തവരുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ട്? പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള പ്രളയം ഒക്കെ ഉണ്ടായത് കൊണ്ട്. ഓക്കെ, പിന്നെ ചില സ്ഥലത്ത് പുരുഷന്മാർ ഈ ആർമിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ കീഴടക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്. പിന്നെ കുറെ മെർച്ചൻസ് അവിടെ ഓരോ രാജ്യത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ മാർക്കറ്റ് ഏരിയയിൽ വന്നിറങ്ങി നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആളുകളുമുണ്ട്. ഓക്കെ, പിന്നെ വില്ലേജ് ഏരിയയിലും സിറ്റി ഏരിയയിലും ഒക്കെ റിലീജിയസ് ആയിട്ടുള്ള ടീച്ചേഴ്സും എക്സിസ്റ്റ് ചെയ്തിരുന്നു പണ്ട് മുതലേ എന്നാണ് പറയുന്നത്. പിന്നെ അന്നത്തെ കാലം തൊട്ടേ ഈ അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന പ്രാചീന മനുഷ്യരും കൂടുതലായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ഹില്ലി ഏരിയാസിലൂടെ, ഹിമാലയ ഡെസേർട്ട് സീസ് ഏരിയാസിലൂടെ പോകുമ്പോൾ അവിടെ പല സ്റ്റേറ്റിൽ നമ്മൾ പോകുമ്പോൾ പല കൾച്ചറൽ ഐഡിയൽസ് ഒക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് അല്ലെ. പിന്നെ നമ്മൾ അടുത്ത സെഷനിൽ ഇറ്റ് ഈസ്
പിന്നെ നമ്മൾ മെയിൻലി പറഞ്ഞത് എങ്ങനെയാണ് ആളുകള് ഇപ്പോഴത്തെ ട്രാവലിംഗ് ചൂസ് ചെയ്യുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഹില്ലി ഏരിയാസിൽ, മൗണ്ടെയിൻസില്, സീസിലൊക്കെ അവര് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അല്ലെ. ഈ ഫ്രോണ്ടിയേഴ്സിലൊക്കെ ഇങ്ങനെ എന്താണ് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്, ഒരു പേടിയും ഇല്ലാതെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്സ് ആണ് എന്ത്, ഇങ്ങനെ ഓരോന്നിനും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് ഒന്നും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക അല്ലെ. പലതും ഇന്റർമിക്സ്ഡ് ആയിട്ട് കുറച്ചുകൂടി വലുതാവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് മക്കളെ? ഇറ്റ് ഈസ് ഇൻഫോർമേഷൻ അബൌട്ട് കാർവിംഗ് സ്റ്റോൺ ആൻഡ് കമ്പോസിങ് മ്യൂസിക് ആൻഡ് ഈവൻ കുക്കിംഗ് ഫുഡ് അല്ലെ. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പ്രോസസ്സിങ് അല്ലെ. പിന്നെ നമ്മുടെ ലാൻഡിന്റെ ടേംസ് ഇന്ത്യ ആൻഡ് ഭാരത് ആയിട്ട്, ദ വേർഡ് ഇന്ത്യ എന്ന് പറയുന്ന ടേം വന്ന് ഇൻഡസ് എന്ന് പറയുന്ന ടേമിൽ നിന്നാണ്. ഇത് സാൻസ്ക്രിറ്റിലെ സിന്ധു എന്നാണ് പറയാ. പിന്നെ പറഞ്ഞത് ഇറാനിയൻസും ഗ്രീക്സും അല്ലെ നോർത്ത് വെസ്റ്റ് ഏരിയയിൽ വന്നു 2500 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമ്മുടെ ഇന്ത്യനെ അവർ വിളിച്ചത് ഇൻഡസ് എന്നായിരുന്നു. ഇൻഡസ് എന്ന് പറയുമ്പോൾ ഹിൻഡോസ് ഓർ ഇൻഡോസ്. ഓക്കെ, അങ്ങനെ ഈ ഒരു റിവറിന്റെ, ഇൻഡസ് റിവറിന്റെ ഈസ്റ്റ് സൈഡിലുള്ള ലാൻഡിനെ പറയുന്ന പേരായിരുന്നു ഇന്ത്യ എന്നുള്ള ടേം വെച്ചിട്ട്. അങ്ങനെ നോർത്ത് വെസ്റ്റ് സൈഡിൽ കുറെ ആളുകൾ ജീവിച്ചിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരെ ഭാരത് എന്ന് പറയുന്ന ടേം വന്നത് ആ ഒരു ടേമിൽ നിന്നാണ്. പിന്നെയാണ് നമ്മുടെ കൺട്രീന് ആ ഒരു ടേം യൂസ് ചെയ്തത്. ഇവരെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഋഗ്വേദയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള പണ്ട് കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പല സോഴ്സസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദർ ഇസ് മാനുസ്ക്രിപ്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മാനു എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആണ്. ഇറ്റ്സ് മീനിങ് ഹാൻഡ് എന്നാണ് മക്കൾ ഓർക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ മാനുസ്ക്രിപ്റ്റ് 2 തരത്തിലാണ്. അന്ന് 2 വേസ് ആണ് ഉള്ളത്, 2 ടൈപ്സ്. പാം ലീഫിൽ എഴുതാറുണ്ട്, അതുപോലെ തന്നെ ബേർച്ച് ബാർക്സ് ഓഫ് ട്രീസ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഹിമാലയാസ്, അതിനും എഴുതാറുണ്ട് എന്നാണ് പറയാറ്. അപ്പോ ഈ ഒരു മാനുസ്ക്രിപ്റ്റ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് അടങ്ങിയിട്ടുണ്ട് എന്നാ മക്കള് പറഞ്ഞ എന്തൊക്കെ ടോപ്പിക്സ് ആണ് അടങ്ങിയിട്ടുള്ളത്? എന്തൊക്കെയാണ്? റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ റിലീജിയസ് ബിലീഫ്സ് അല്ലാതെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് അവര് റിസർച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ? ഇറ്റ് ഈസ് എ റൂൾ ഓഫ് കിങ്സ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ രാജാക്കന്മാരാണ് ഭരിച്ചിട്ടുള്ളതെന്നും പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് സ്റ്റൈൽസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുള്ളതെന്നും അന്നും സയൻസ് എക്സിസ്റ്റ് ചെയ്തു, എന്തൊക്കെ ഡിസ്കവറീസ് നടന്നിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു അതിൽ. അത് കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മാനുസ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്? മെയിൻലി എപ്പിക്സ് അല്ലെ. എപ്പിക്സ് പണ്ടത്തെ പുരാണ കാലഘട്ടത്തിന്റെ മഹാഭാരത, രാമായണ പോലുള്ള എപ്പിക് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ്, പിന്നെ കവിതകള്, പിന്നെ നാടകങ്ങള്, ഫോക്ലോർ അല്ലെ. അങ്ങനെ നാടൻ ഇതുള്ള ഓരോ മോറൽ മെസ്സേജ് ഉള്ള ഓരോ ടോപ്പിക്സ്, നാടൻ പാട്ടുകളൊക്കെ എക്സിസ്റ്റ് ചെയ്ത കാലഘട്ടമായിരുന്നു. ഈ മാനുസ്ക്രിപ്റ്റ് 3 ലാംഗ്വേജസിൽ എഴുതിയിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ആ 3 ലാംഗ്വേജസ് എന്ന് മക്കള് പറഞ്ഞേ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ സാൻസ്ക്രിറ്റ് ആൻഡ് സെക്കൻഡ് വൺ പ്രാകൃത്. പ്രാകൃത് എന്ന ഭാഷ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണെന്ന് മക്കൾ ഓർക്കണം. പിന്നെ തമിഴ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, പ്രാകൃത് ആൻഡ് തമിഴ്. ഓക്കെ, ഇനി എന്താണ് ഇൻസ്ക്രിപ്ഷൻസ്? അപ്പൊ നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ, വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്? ഹാർഡ് സർഫേസിൽ നമ്മൾ കൊത്തുപണികൾ ഇതാക്കൂലേ സ്റ്റോണിലൊക്കെ. ലൈക്ക് പണ്ട് കാലഘട്ടത്തിൽ ഈ കിങ്സ് ഒക്കെ ആളുകൾ ഓർഡർ ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്റ്റോൺസിൽ അവർ ഇൻസ്ക്രിപ്റ്റ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അനുസരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പണ്ട് കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ അവരുടെ വിക്ടറീസ്, ഏതൊക്കെ വാറിൽ അവർ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അല്ലെ. ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റിനെ കുറിച്ചും സ്റ്റഡി നടത്തുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫീൽഡിലാണ് അവർ സ്റ്റഡി ചെയ്യാറുള്ളത് എന്ന് മക്കൾ പറഞ്ഞ? എന്തൊക്കെ ഫീൽഡിലാണ് സ്റ്റഡി ചെയ്യാറുള്ളത്? ഇറ്റ് ഈസ് മെയിൻലി ദ റിമൈൻസ് ഓഫ് ബിൽഡിങ്സ്. വെരി ഗുഡ്. പിന്നെയോ ഇത് കൂടാതെ ബിൽഡിങ്സിന്റെ റിമൈൻസ് അല്ലാതെ ഇറ്റ് ഈസ് സ്റ്റോൺസ്, പിന്നെ ബ്രിക്ക്, ഓക്കെ, പെയിന്റിങ്സ്, ഓക്കെ,
സ്കൾപ്ചേഴ്സ്. ഓക്കെ, അത് കൂടാതെ അവരെന്ത് ചെയ്യും, ഡിഗ് ഔട്ട് ചെയ്യും നമ്മുടെ എർത്തിന്റെ സർഫേസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എന്നിട്ട് അവർ ഫൈൻഡ് ചെയ്യും, കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഈ മണ്ണിൽ കുഴിച്ചിട്ട് ഓരോ വലിയ വലിയ ബിൽഡിങ്സ്, പണ്ടത്തെ ബിൽഡിങ്സ് ഒക്കെ ഡിമോളിഷ് ചെയ്യുമ്പോ അല്ലെ, എല്ലാം നശിപ്പിക്കുമ്പോ ആളുകൾ അത് ഫുള്ള് ഇതിലെ എർത്തിലേക്ക് മണ്ണ് ഇതാവുമ്പോ അല്ലെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റിന് കിട്ടാറുള്ളത്? ഇറ്റ് ഈസ് ടൂൾസ്, വെപ്പൻസ് ഓർണമെന്റ്സ് ആൻഡ് കോയിൻസ് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് അവർ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഓരോന്ന് നശിപ്പിക്കപ്പെട്ടതിന്റെ ഉള്ളിൽ കൂടെ അവർ ഓരോന്ന് ഡിഗ് ഔട്ട് ചെയ്യുന്നത് അത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും? ബോണ്, മെറ്റല്, ബേക്ഡ് ക്ലേ, ഇങ്ങനെയുള്ള ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഈ ഒരു മെറ്റല്, സ്റ്റോൺ കൊണ്ടുള്ള സബ്സ്റ്റൻസ് കുറെ കാലം ആർക്കൈവ്സിലും മ്യൂസിയത്തിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇത് കൂടാതെ ആർക്കിയോളജിസ്റ്റ് ഏതൊക്കെ ഫീൽഡിലാണ് സ്റ്റഡി നടത്താറുള്ളത്? ഇറ്റ് ഈസ് ദേ ഓൾസോ സ്റ്റഡി ദ ബോൺസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഫിഷ് അല്ലെ, അങ്ങനെയല്ല. പിന്നെ നമ്മൾ വരുന്ന ടേം ഹിസ്റ്റോറിയൻസ് ആണ്. ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന സ്കോളേഴ്സ് ആണ്. അവരെന്തൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്യാറ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്? അവരെന്തൊക്കെ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്യാറ്? പെട്ടെന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇറ്റ് ഈസ് ഇൻസ്ക്രിപ്ഷൻസ്, മാനുസ്ക്രിപ്റ്റ്സ്, പിന്നെ ആർക്കിയോളജി. ഓക്കെ, പിന്നെ ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവര് ഈ ഒരു ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റും ഡിറ്റക്റ്റീവ്സ് പോലെയാണ് അല്ലെ. പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് ഈ സോഴ്സസിലൂടെ, ക്ലൂസിലൂടെ പോയിട്ട് പണ്ടത്തെ കാര്യങ്ങള്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന റൂളറ്, അന്നത്തെ ലൈഫ് സ്റ്റൈല്, അന്നത്തെ പോളിസി ആൻഡ് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കത്തും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്ക് വ്യത്യസ്ത പാസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരു പാസ്റ്റ് അല്ല ഉള്ളത്. ഫാമേഴ്സിന് വ്യത്യസ്തമായിരിക്കും, രാജാവിനും രാജ്ഞിമാർക്കും വ്യത്യസ്തമുള്ള പാസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോ പണ്ടത്തെ രാജ്ഞിമാരും രാജാക്കന്മാരും അവരുടെ വിജയങ്ങളെ കുറിച്ച്, യുദ്ധത്തിൽ അവർ കൈവരിച്ചിട്ടുള്ള വിജയങ്ങളെ കുറിച്ച് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷെ അതുപോലെയല്ല സാധാ ജനങ്ങള്, സാധാ കർഷകര്, അവരവരുടെ പാസ്റ്റിനെ കുറിച്ച് എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അവർക്ക് അതിനുള്ള സാഹചര്യമില്ല അല്ലെ. പിന്നെ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുന്നേ, പിന്നെയാണ് വർഷങ്ങളെ കുറിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. 2000 അങ്ങനെയുള്ള ഓരോ വർഷങ്ങളെ കുറിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇങ്ങനെയുള്ള സിമ്പിൾ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത് അല്ലെ. ഫസ്റ്റ് മുതലേ ആണെങ്കിൽ ഇൻഡസ് റിവേഴ്സിന്റെയും ഗംഗ, നർമ്മദ അങ്ങനെയുള്ള ഓരോ ദിനം കുറിച്ച് പറഞ്ഞു അല്ലെ. പിന്നെ എന്തൊക്കെ പാസ്റ്റ്, പ്ലൂരാലിറ്റി ഓഫ് പാസ്റ്റ് അല്ലെ. പിന്നെ നമ്മൾ ആർക്കിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഡേറ്റ്സ്, ക്രൈസ്റ്റിന്റെ വരവോടെ വന്ന ഡേറ്റ്സ്, അതിന് മുന്നേ എന്തായിരുന്നു ഡേറ്റ്സിനെ പറയുക, അങ്ങനെയുള്ള ടേംസ്, സിമ്പിൾ കോൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മളെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ഇതാക്കിയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.